ഈ 4 മാക്രോ ന്യൂട്രിയൻസ് അടങ്ങുന്ന ഭക്ഷണം നിങ്ങളുടെ പ്ലേറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നോമ്പ് ദിവസങ്ങളിൽ ഏകദേശം 15 മണിക്കൂറോളമാണ് നമ്മൾ വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഭക്ഷണ രീതികളിൽ ചില കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ ഈ റമദാൻ മാസം നമുക്ക് നമ്മളുടെ ഫാസ്റ്റിംഗ് ആരോഗ്യകരമായി കൊണ്ടുപോകാൻ സാധിക്കും. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്, ഫൈബർ ഈ 4 മാക്രോ ന്യൂട്രിയൻസ് അടങ്ങുന്ന ഭക്ഷണം നിങ്ങളുടെ പ്ലേറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് ഫാസ്റ്റിംഗ് സമയത്ത് സസ്റ്റൈനബിൾ എനർജി, പ്രോപ്പർ ഡൈജഷൻ, മസിൽ റിക്കവറിക്കെല്ലാം ഹെൽപ്പ് ചെയ്യും. വെള്ളം ഓവറായി കുടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഡൈല്യൂട്ട് ആക്കുകയും നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിനെ ബാധിക്കുകയും ചെയ്യും. വെള്ളം ഒട്ടും കുടിക്കാതിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ ഡീഹൈഡ്രേറ്റീവ് ഫോമിലേക്ക് ആക്കുകയും ചെയ്യും. ഡീപ്പ് ഫ്രൈഡ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, അമിതമായി ഉപ്പടങ്ങിയ ഭക്ഷണം, റിഫൈൻഡ് ഷുഗർ അടങ്ങിയ ഭക്ഷണം, ചായ, കാപ്പി ഇത്തരം ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത്തരം ഭക്ഷണത്തിൽ യാതൊരുവിധ ന്യൂട്രീഷൻ വാല്യൂ ഇല്ലെന്ന് മാത്രമല്ല ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ സ്ലോ ആക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നോമ്പ് സമയങ്ങളിൽ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്ഷീണവും തളർച്ചയും തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുമ്പോൾ മിതമായ അളവിൽ വെള്ളം കുടിച്ചതിന് ശേഷം ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഭക്ഷണം കണ്ടുപിടിച്ച് കഴിക്കുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് സമയത്ത് നമുക്ക് കൂടുതൽ ക്ഷീണവും തളർച്ചയും ഒന്നും ഉണ്ടായിരിക്കില്ല.